ലൈംഗിക ചൂഷണ പരാതി. സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിക്കെതിരെ കേസെടുക്കാൻ UP കോടതി നിർദ്ദേശം. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന. വാർത്തയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. സ്വയംസേവക സംഘടനയാണ് ഏലത്തൂരിൽ യുവതിയെ കൊന്നത് ക്രൂരമായി. കൊലപാതകത്തിന് ശേഷവും ലൈംഗിക പീഡനം. പ്രതി വൈശാഖൻ അറസ്റ്റിൽ. അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റാപ്പർ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ വിവാഹം വളരെ ലളിതമായ രീതിയിലാണ് നടന്നത്. ഇന്ത്യൻ ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇരുവരും നടത്തിയത്. അത്യാവശ്യം വേണ്ട കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തത്. വീഡിയോയുടെയും പോസ്റ്റിന്റെയൊക്കെ താഴെ വന്നിട്ട് ഒരുപാട് സംഖ്യ വന്നിട്ട് വല്ലാത്ത രീതിയിൽ അങ്ങ് ഊത്തലും കുരുവും പൊട്ടി അങ്ങോട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക. കാരണം വേടൻ എന്ന് പറയുന്ന കലാകാരന് ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രീയം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അല്ലാതെ ഇവിടുത്തെ സവർണ മേധാവികൾക്ക് വേണ്ടി ഓച്ചാനിച്ച് വളഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയത്തോടല്ല വേടൻ എന്ന് പറയുന്ന കലാകാരൻ. അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ ഉന്നത കുലജാതകന്റെ നെഞ്ചാംകൂട് പൊളിച്ച് അത് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഒരു ഊത്തലും കടിയൊക്കെയാണ് ഈ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പോസ്റ്റിന് താഴെയോ വീഡിയോയ്ക്ക് താഴേക്ക് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത്. സൗദിയിൽ നിന്നും ഒരു ഒന്നാം തരം സംഗി ഓളി ഇവന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ആ വേദിയിൽ ഈ ഗാനമേളക്കാര് ഗണഗീതം പാടി. അപ്പൊ ആ ഗണഗീതം പാടുന്ന സമയത്ത് ഒരു യുവാവ് നേരെ സ്റ്റേജിലേക്ക് എരിച്ചിട്ട് പറഞ്ഞ് ഇതിവിടെ അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ആ പയ്യൻ ഒരു DYFIക്കാരനാണ്. ഷാൻ എന്നാണ് ആ പയ്യന്റെ പേര്. പക്ഷേ അതിന്റെ പിന്നിൽ മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇപ്പൊ ഷാൻ എന്ന് കേട്ടതും ഈ സൗദിയിലിരുന്ന ഈ സംഘി വാഹനത്തിന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ചൊറിച്ചിലും മൂത്തലും ഉണ്ടായി. അവൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. പിന്നീട് ഷാൻ ശശിധരൻ എന്ന് പറയുന്ന ആ ഒരു ഹിന്ദുവിനെ ഷാൻ മുഹമ്മദ് എന്ന പേരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ നാറിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് വന്നപ്പോഴത്തേക്ക് ഇവൻ മാപ്പും പറഞ്ഞു വന്നത് നമ്മൾ കണ്ടു. അതായത് ഇവന്റെ പൂർവികന്മാർ ചെയ്തിട്ടുള്ള അതേ പാത, സവർക്കറിന്റെ അതേ പാതയിൽ ഇവ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവൻ ജോലി ചെയ്യുന്നത് സൗദിയിലാണ്. സൗദിയിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് അവന്റെ കുടുംബം നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ സൗദിയിലുള്ള ഒരു പറ്റം ആളുകൾ ഇവനെ കുറിച്ച് തിരക്കാനും അന്വേഷിക്കാനും തുടങ്ങിയപ്പോഴാണ് ഇവൻ നേരെ പ്ലേറ്റ് മറിച്ചത്. വേടന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവൻ അതുപോലെ ഒരു ചൊറിച്ചിൽ വന്നിട്ട് ഇവൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോരുത്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരൻ നല്ല കൃത്യമായിട്ട് അടിച്ചുവിന്റെ അണ്ണാക്കി തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു മറുപടി കാണണം. കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. നിലനിൽക്കാൻ കാരണം എന്താ അറിയോ? നമ്മളെ പോലുള്ള ന്യൂനപക്ഷങ്ങളാണെങ്കിൽ ഇവർ ജില്ലയ്ക്ക് മുമ്പേ നമ്മളെ കഴിച്ചിട്ട് പോയതിന് മുമ്പേ മനസ്സിലാവുന്നുണ്ട്. അതിവിടെ കസാര ഇട്ടിരിക്കുന്നവർക്കും കാണാൻ വേണ്ടി 2 കാലിൽ മണിക്കൂറായിട്ട് നിൽക്കുന്നവർ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയില് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത്, വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത്, സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മക്കളെ. ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരികയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. മിസ്റ്റർ വേടൻ, അതേപോലെ താങ്കളോട് തിരിച്ചൊരു കാര്യം പറയട്ടെ. കഞ്ചാവ് കേസിൽ അകപ്പെട്ടിട്ടും പീഡനക്കേസിലും ബലാത്സംഗ കേസിലൊക്കെ അകപ്പെട്ടിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ഇതേപോലൊരു പൊതുവേദിയിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാനും താങ്കളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ അത് താങ്കൾ ഇന്ത്യയിലായതുകൊണ്ടും താങ്കൾ കേരളത്തിലായതുകൊണ്ടും ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ കേരളം എന്ന് പറയുന്നത് ഇവന്റെ അച്ചിക്ക് അല്ലെങ്കിൽ ഇവന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതായിട്ടായിരിക്കും ഒരു പക്ഷേ ഇവൻ കാണുന്നത്. ഇവൻ സൗദി അറേബ്യയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം 2 വാർത്തകൾ നിങ്ങളെ കാണിച്ചല്ലോ, പീഡനത്തിന്റെ കഥകളെ. അതായത് സംഖ്യകളാണല്ലോ ഈ ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്നും ഇവനൊരു അക്ഷരം പോലും മിണ്ടത്തില്ല. വേടൻ എന്ന് പറയുന്ന കലാകാരൻ കഞ്ചാവ് വലിച്ചിട്ടുള്ളവരെ, പക്ഷെ അത് തുറന്നു പറയാനുള്ള മനസ്സവൻ കാണിച്ചു. അനുകരിക്കരുത് എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സും ഈ കലാകാരൻ ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അല്ലെ, 9 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ സ്കൂളിലെ അധ്യാപകൻ ബാത്റൂമിലിട്ട് പീഡിപ്പിച്ച ഒരു പരമചെറ്റ. അവന് ഇപ്പൊ എല്ലാ അനുമതികളോടും കൂടി അവന് പരോള് നൽകിയിട്ടുള്ള ഒരു വാർത്തയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇവന്മാരെ പോലുള്ള ഊളകളും കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇനി സഹോദരൻ കൊടുക്കുന്ന മറുപടിയില്ലേ,
അത് മാസാണ്. ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്, അല്ലാതെ തന്റെ പിതാവിന്റെ സ്ഥലം ഒന്നല്ലേ ഇത്. വേറെ ഇവിടെ പാട്ട് പാടുന്നതിന് നിന്റെ പിതാവിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് പോയടാ സംഗി. പിന്നെ നീ പറഞ്ഞ കഞ്ചാവ് കേസും പീഡന കേസും അത് രണ്ടും ഇപ്പൊ കോടതിയിലല്ലേ ഉള്ളത്. കോടതി വേണ്ടതിന് ഒരു ശിക്ഷയും വിധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ ഡയലോഗ് നീ വിടുക. പിന്നെ പീഡന കേസിന്റെ കഥ നീ അധികം പറഞ്ഞിട്ടാ. ഉത്തരേന്ത്യയിലെ സംഘികളിലെ അവിടെ പീഡന കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ വലിയ സംഘികളിലെ ഉന്നത കുല സംഘികൾ അവർ മാല ഇടാന്ന് ആ പീഡന കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സംഘികളെ സ്വീകരിക്കുന്നത് വേട്ടാവളിയ സംഘി. ഉത്തരേന്ത്യയിലെ കാര്യമൊക്കെ വിടും. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ പാലത്തായി പപ്പനില്ലേ, പപ്പനെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് ആ പപ്പനെ പുറത്തിറക്കാൻ വേണ്ടി നിന്റെ സംഘടനയുണ്ടല്ലോ പിരിവ് നടത്തിയെന്ന്, ബക്കറ്റ് പിരിവ്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. പിന്നെ താങ്കളുടെ കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പാട്ടുകളും മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. എല്ലാവരും നിങ്ങളുടെ കലാപരമായിട്ടുള്ള താങ്കളുടെ പാട്ടുകളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പില്ല എന്നുണ്ടെങ്കിലും താങ്കളുടെ കലാപരമായിട്ടുള്ള താങ്കളുടെ കഴിവിനോട് എല്ലാവർക്കും ബഹുമാനം തന്നെയാണ്. അപ്പോ വേടൻ ഒരു കാര്യം ചിന്തിക്കണം. ഒരു കലാകാരന് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയൊക്കെ ഉണ്ടാവണം. അത് അങ്ങനെയാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിനോട് പ്രതിബദ്ധത ഉള്ള ആൾക്കാരാണ്. താങ്കൾ ഈ സ്റ്റേജിൽ വന്നു നിന്ന്, ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വന്നു നിന്ന് ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റുമ്പോൾ, വർഗീയത പച്ചയ്ക്ക് വിളിച്ച് പറയുന്നതിലൂടെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത രീതിയിലാണ് താങ്കളുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ തോന്നിയത്. ഇവിടെ ന്യൂനപക്ഷമെന്നോ എന്താ പറയാ ഭൂരിപക്ഷമെന്നോ എന്നൊന്നും ഇല്ല. ഈ കേരളത്തില് എന്താ പറയാ എല്ലാ ആളുകളും ഒരേ പക്ഷത്തോട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അല്ലാതെ ന്യൂനപക്ഷം, ഭൂരിപക്ഷം, പിന്നെ മറ്റേ പക്ഷം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു പക്ഷം തന്നെയാണ്. അപ്പൊ അതിനിടയിലോട്ട് വന്നിട്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് മിസ്റ്റർ വേടൻ. അച്ചോട ആരായി പറയുന്നത്? കുത്തിത്തിരിപ്പ് ജന്മന ജനിച്ച് വീണപ്പോ തൊട്ട് കൊണ്ടുനടക്കുന്ന നായരൂട്ടാണോ ഇമാരി വർത്താനം പറയുന്നത്? തിരുവനന്തപുരത്ത് ഗണഗീതം തടഞ്ഞ ആളുടെ പേര് ഷാൻ കേട്ടപാട്. ആ ഷാൻ മുഹമ്മദ് ആക്കിയ ആളല്ലേ നീ വട്ടാവളിയ? അങ്ങനെ ഷാൻ ശശിധരൻ എന്ന ഹിന്ദുവിന ഒറ്റയടിക്ക് ഷാൻ മുഹമ്മദ് എന്ന മുസ്ലിമാക്കി നീണ്ടില്ല. ഇമാതിരി വർത്താനം പറയില്ല കേട്ട സംഘി. എന്നിട്ട് അന്ന് ചെയ്ത വീട്ടില് മുസ്ലിങ്ങൾക്ക് എന്നാണ് അമ്പലപ്പറമ്പ് കാര്യം. നിങ്ങൾ വേണമെങ്കിൽ പള്ളിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞവരല്ലേ നീ? എന്നിട്ട് നീ മതസൗഹാർദ്ദത്തിന്റെ നന്മേനെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന വേട്ടാവളി എലിവാണ സംഘി. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞില്ല. കേരളത്തിൽ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമൊന്നും ഒന്നുമില്ലാന്ന്. അത് നീ ഇപ്പോഴല്ല സൗദിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇല്ലാത്തത് നമുക്കെല്ലാം മനസ്സിലായി കേട്ടോ. അതായത് കുറച്ച് ദിവസം മുന്നേ നീ പെട്ടുപോയതുകൊണ്ട്, നീ ഒരു സംഖ്യയാണെന്ന് സൗദിയിലുള്ള എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് മാത്രമാണ് നിനക്കിപ്പം ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരുപോലെ ആയിട്ട് തോന്നുന്നത്. നീ അവിടെ നിന്നൊക്കെ വിട്ട് തിരിച്ച് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നീ യഥാർത്ഥ ചാണക സംഖ്യയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് ഷാൻ ശശിധരൻ എന്ന പേരുള്ള ഹിന്ദുവിന ഒറ്റയടിക്ക് ഷാൻ മുഹമ്മദ് ആക്കി ഇമാതിരി വർത്തമാനം പറയണമെങ്കിൽ കുറച്ചെങ്കിലും നാണും മാനും ഉളുപ്പുണ്ടാ ചാണക സംഖ്യ നിനക്ക്. ഈ മരവാണം സംഖ്യ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് കേരളത്തിൽ എല്ലാവരും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ മദ്യം വിറ്റ് നടക്കുന്ന ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരുത്തൻ നമ്മുടെ കേരളത്തിലുണ്ട്. പച്ചയ്ക്ക് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ചിട്ട് വർഗീയത പറയുന്നുണ്ട്. ഇവനെ കുറിച്ചിട്ട് ഒരു വാർത്ത, സൗദി അറേബ്യയിലാണല്ലോ നീ ജോലി ചെയ്യുന്നത്, നിങ്ങൾ പറഞ്ഞ എന്ന് പറയാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്താ അറിയാം, നീ ഒരു ഒന്നാം തരം വർഗീയത. പക്ഷെ ഇവനിപ്പം അവന്റെ ആ ഒരു പറച്ചിലൊക്കെ കുറച്ച് മയപ്പെടും. അവിടെ നിന്നുകൊണ്ട് ഇനി എന്തെങ്കിലും ഇവൻ കൊണയടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ആൺകുട്ടികൾ അവിടെ ഉണ്ട്, അവരെടുത്തിട്ട് അങ്ങ് ഏറി കയറ്റി പിന്നെ അവന്റെ അവിടെ ഒരൊറ്റ നിയമമേ ഉള്ളൂ, അത് ഏത് ഉന്നതനാണേലും കൊള്ളാം, അവിടുത്തെ ശിക്ഷ അത് കിട്ടിയ മോനെ പണി മേടിച്ചത് തന്നെയാണ്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവനെപ്പോലുള്ള മരവാഴകൾ സത്യത്തിൽ ഈ പൊതുസമൂഹത്തിന് തന്നെ ശല്യമാണ്. അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളതും നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരൻ തന്നെയാണ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേടന ഇവരെല്ലാം ഭയക്കുന്നുണ്ട്. കാരണം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അത് ഒരു ഫയറാണ് കേട്ടോ. അത് ചെറിയൊരു ഫയറൊന്നും അല്ല, ഒരു ഒന്നൊന്നര ഫയറാണ്. അപ്പോൾ അതിനെ അവർ പേടിക്കുന്നുണ്ട്, വേടന്റെ രാഷ്ട്രീയത്തെ അവർ പേടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.